നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-യുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കെ ഇസ്മായിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വാർത്തയാണിപ്പോൾ. സി ദിവാകരനും പന്ന്യൻ രവീന്ദ്രനും പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്തു എന്നുള്ളതും വാർത്തയാണ്. അങ്ങനെ പല വാർത്തകളും വരുന്നു. ഡി രാജ അവിടെ വെച്ച് പറഞ്ഞു മൂന്നാം സർക്കാർ വീണ്ടും പിണറായി സർക്കാർ തന്നെ മൂന്നാമത് വരും എന്നും പറഞ്ഞു. അതൊക്കെ പ്രതീക്ഷകളാണ്. പക്ഷെ അതിനിടയിൽ വന്ന മറ്റൊരു ന്യൂസാണ് BJP-യുടെ വളർച്ച കാണാതിരുന്നു കൂടാ എന്ന് ബിനോയ് വിശ്വത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. BJP-യിലേക്ക് സാധാരണ ജനങ്ങൾ ഒരുപാട് ആകർഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ ചില പഠനങ്ങളും നിരീക്ഷണങ്ങളും സർവേകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 10-20 ആളുകൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ BJP-യിലേക്ക് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് സൂക്ഷിക്കണം, ഇടത്തരക്കാരൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത CPI കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് നിങ്ങൾ നിലപാടുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ്, ജനകീയ ജനാധിപത്യത്തിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ ദേശീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ വളർച്ച എങ്ങോട്ടാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയാലും CPM-ൻ്റെ ആയാലും വളർച്ച എങ്ങോട്ടാണ്? ഈ വളർച്ചയുടെ തളർച്ചയുടെ ബെനിഫിറ്റ് കൊണ്ടുപോകുന്നത് ആരാണ്? ഇതൊക്കെ വളരെ കൃത്യമായി എന്തുകൊണ്ട് തെലങ്കാനയിലും ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലായിരുന്നു 4-5 ദിവസം. അപ്പോൾ തിരിച്ചു വന്നാണ്. അവിടെ പലരുമായി സംസാരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആവേശവും ഊർജ്ജവും ചോരയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു. ഇന്ന് തെലങ്കാനയിൽ തെരുവിൽ പാടുന്ന കുറച്ച് പേരുടെ പാർട്ടിയായി അത് മാറി. അവിടെ വേറെ സംവിധാനമാണ് വന്നിരിക്കുന്നത്. തെലങ്കാനയായാലും ആന്ധ്രാപ്രദേശ് ആയാലും എവിടെ ആയാലും വലിയ പാർട്ടിയായിരുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനിൽ, ഇന്ത്യയിൽ ബീഹാറിൽ, ജാർഖണ്ഡിൽ, ഇന്ത്യയിൽ എവിടെ സംസ്ഥാനം എടുത്താലും വലിയ പാർട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് CPI-യെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തേണ്ട ഇതൊന്നുമല്ല. BJP എതിർക്കാൻ ആരുമായിട്ട് കൂടും? നിങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കണം. രാഷ്ട്രീയ നിലപാടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട നിലപാടുകൾ ഇന്നില്ല. അത് സത്യമായി പറയേണ്ടി വരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു നിലപാടില്ല ഇന്ന്. നിങ്ങളിങ്ങനെ സമ്മേളനങ്ങൾ കൂടുന്നു, വർഷത്തിൽ കൂടുന്നു, പൈസ പിരിക്കുന്നു, ഇങ്ങനെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്നു. ഇതൊന്നുമല്ല സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ BJP എന്താ പറയുക, കോൺഗ്രസ് ആദ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ CPI-യിലേക്ക് പോയി. കുറച്ച് പേര് ഇറങ്ങിപ്പോയി CPI ഉണ്ടാക്കി. CPI ഇന്ന് കുറച്ച് പേര് പോയി CPM ഉണ്ടാക്കി. പിന്നെ RSP ഉണ്ടാക്കി. പിന്നെ പല RSP ആയി, ഫോർവേഡ് ബ്ലോക്ക്, ഇങ്ങനെ പോവും. ഒരു മനുഷ്യനെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവർ BJP-യിലേക്ക് പോകും. ഇനി BJP പോയി കുറച്ച് കാലം കഴിയുമ്പോൾ BJP മോശമാണെന്ന് തോന്നി അവർ അടുത്തേക്ക് പോകും. PSP ഉണ്ടായിരുന്നു, എത്ര പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെയല്ല CPI പ്രവർത്തിക്കേണ്ടത്. ഉപദേശമൊന്നുമല്ല കേട്ടോ, ഉപദേശിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ബിനോയ് വിശ്വത്തിനെ പോലുള്ള ഒരാൾ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് ഇതല്ല. നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ് നടത്തണം. നിങ്ങൾ എന്തുകൊണ്ട് കർഷകർ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നു? നിങ്ങളെ BJP ആളുകൾക്കൊന്ന് BJP തടയാൻ പോയാൽ നടക്കത്തില്ല. എന്തുകൊണ്ട് കർഷകർ പാർട്ടിയിൽ നിന്ന് പോകുന്നു? എന്തുകൊണ്ട് യുവജനങ്ങൾ കൂടുതൽ പാർട്ടിയിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് അരാഷ്ട്രീയമായി ന്യൂജൻ ചിന്തിക്കുന്നു? എന്തുകൊണ്ട് കുട്ടികൾ ഇതിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് വന്നവർ ഇതിൽ നിൽക്കുന്നില്ല? ഇതിനകത്ത് എന്തുകൊണ്ട് ഗ്രൂപ്പ് വരുന്നു? എന്തുകൊണ്ട് പലപ്പോഴും CPI-യിലെ ബിനോയ് വിശ്വം സെക്രട്ടറി പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പേടിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ണുരുട്ടിയെ കാണിക്കും. ഒരു കാര്യമില്ല. ഈ വിഭാഗീയതയും ഗ്രൂപ്പും ഒക്കെ ഇങ്ങനെയായി CPM-നുള്ള നിലപാടിൽ വലിയ വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങൾ പാർട്ടി. അതുകൊണ്ട് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ അടിമുടി പൊളിച്ചെഴുത്ത് വേണം. ഈ പ്രത്യയശാസ്ത്രം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. കുറച്ച് ആളുകളൊക്കെ കൂടെ ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. അധികാരമോഹമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക താല്പര്യമുണ്ട്. പിന്നെ മറ്റവർ കുറച്ചുകൂടി വിഗറസായി അഗ്രസീവായി നിൽക്കുന്നതുകൊണ്ട് ഒരു മിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുക, അങ്ങനെയൊക്കെ പെട്ട പല ആളുകളും കൂടെ വരും. പക്ഷെ അതിനപ്പുറം താത്വികമായി നിങ്ങൾ പരാജയമാണ്. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു പഞ്ചായത്ത് എടുത്താലും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ വേണം. നിലപാടുകളുള്ള, പ്രത്യയശാസ്ത്രമുള്ള, അതിശക്തമായ രാഷ്ട്രീയ പാർട്ടികളാണ് ജനാധിപത്യത്തിൻ്റെ ബേസ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ നിങ്ങളോട് വേണ്ട ശത്രുത എന്നുള്ളതുകൊണ്ടല്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ചർച്ച നിങ്ങൾ തുടങ്ങി വയ്ക്കണം. അതാണ് ഈ സമ്മേളനത്തിൽ, ഇനി നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസ്സിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പ്രത്യയശാസ്ത്ര ചർച്ചയാണ്. അത് ഞാനിത് ബിനോയ് വിശ്വത്തിനെ അയച്ചു കൊടുക്കാം, സഹാവിന് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ തുടങ്ങി വെക്കേണ്ടത് ഒരു പ്രത്യയശാസ്ത്ര ചർച്ചയാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇനി ദേശീയ ജനാധിപത്യമൊന്നും ജനകീയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞു നിന്ന ആളുകളെ അടുത്തൊന്നും പറഞ്ഞ ആളുകളൊന്നും കൂടെ വരത്തില്ല. ഇന്ത്യയിലെ ക്രിട്ടിക്കൽ മാസിൽ നിങ്ങളില്ല. ആ സത്യം പറയുന്നതിനോട് എന്നോട് പൊറുക്കുക. കേരളത്തിലെയും ക്രിട്ടിക്കൽ മാസിൽ നിങ്ങളുടെ പാർട്ടിയില്ല. അതെങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഹോംവർക്കായിരിക്കണം പാർട്ടി കോൺഗ്രസിൽ നടക്കേണ്ടത്. അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബിനോയ് വിശ്വം അതിന് മുൻകൈ എടുക്കുമെന്നും നമുക്ക് കരുതാം.